ഓവറിലേക്ക് കടന്ന ത്രില്ലിംഗ് മത്സരത്തിനാണ് കഴിഞ്ഞ ദിവസം IPL സാക്ഷ്യം വഹിച്ചത്. ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു മത്സരം സൂപ്പർ ഓവറിലേക്ക് കടന്നത്. രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും നേർക്കുനേർ എത്തിയ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി നേടിയ സ്കോർ എത്തിപ്പിടിക്കാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ഒടുവിൽ സൂപ്പർ ഓവറിലേക്ക് കടന്ന മത്സരത്തിൽ റോയൽസ് മുന്നോട്ട് വെച്ച വിജയലക്ഷ്യം ഡൽഹി അനായാസമായി മറികടക്കുകയായിരുന്നു. ഇതോടെ ആരും എത്തിപ്പിടിക്കാത്ത ഒരു നേട്ടം സ്വന്തമാക്കി ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. കഴിഞ്ഞ ദിവസം നടന്ന സൂപ്പർ ഓവർ മത്സരത്തിൽ കൂടി ജയിച്ചതോടെ 4 സൂപ്പർ ഓവർ മത്സരങ്ങളിൽ ജയിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ ടീം എന്ന നേട്ടമാണ് ഡൽഹി സ്വന്തമാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ സൂപ്പർ ഓവറിൽ കൈക്കൊണ്ട ചില അബദ്ധ തീരുമാനങ്ങളാണ് ഡൽഹിക്ക് ഈ നേട്ടം നേടിക്കൊടുത്തത് എന്ന അഭിപ്രായങ്ങൾ ഇതോടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പഞ്ചാബ് കിങ്സും ഡൽഹിയും പങ്കിട്ട 1ാം സ്ഥാനം ഡൽഹിയുടേത് മാത്രമായി മാറിയിരിക്കുകയാണ്. സൂപ്പർ ഓവറിൽ 3 തവണ വീതം ജയം സ്വന്തമാക്കിയ ഡൽഹിയും പഞ്ചാബുമായിരുന്നു ഏറ്റവും കൂടുതൽ തവണ സൂപ്പർ ഓവർ മത്സരം വിജയിച്ച ടീമുകൾ എന്ന ലിസ്റ്റിൽ 1ാമതായി നിന്നിരുന്നത്. എന്നാൽ ഇന്നലെ റോയൽസിനെ വീഴ്ത്തിയതോടെ ഡൽഹി പഞ്ചാബിനെയും മറികടന്ന് 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സൂപ്പർ ഓവറിൽ പ്രവേശിച്ചതോടെ ഡൽഹി സ്വന്തമാക്കിയ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടൈ മത്സരങ്ങളിൽ എത്തിയ ടീം ഡൽഹിയാണ്. ഇതിൽ 4ലും ജയം ഡൽഹിക്ക് തന്നെ. കഴിഞ്ഞ ദിവസം നടന്ന മത്സരം പരിശോധിച്ചാൽ രാജസ്ഥാൻ റോയൽസ് ആരാധകരെ നിരാശയിലാക്കിയ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഡൽഹി മുന്നോട്ട് വെച്ച 188 എന്ന വിജയലക്ഷ്യം രാജസ്ഥാൻ റോയൽസ് അനായാസം മറികടക്കും എന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. ഓപ്പണർമാരായ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തകർപ്പൻ ഫോമിൽ പലതവണ ബൗണ്ടറികൾ കടത്തി സ്കോർ ബോർഡിൽ നമ്പറുകൾ അനായാസം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഒരു ഷോട്ടിന് ശ്രമിക്കവേ പരിക്കേൽക്കുകയും മത്സരത്തിൽ നിന്ന് സഞ്ജു റിട്ടയേർഡ് ഹർട്ടാവുകയും ചെയ്തതോടെ ആരാധകരും നിരാശയിലായി. പക്ഷെ അപ്പോഴും വിജയിക്കാനുള്ള സാധ്യത റോയൽസിന് ഉണ്ടായിരുന്നുവെങ്കിലും ഡൽഹിയുടെ ബൗളർമാർ അതിനനുവദിച്ചിരുന്നില്ല. വിക്കറ്റ് വേട്ട നടത്താൻ സാധിച്ചില്ലെങ്കിലും റോയൽസ് ബാറ്റ്സ്മാൻമാരെ പിടിച്ചുകെട്ടാൻ ഡൽഹിയുടെ ബൗളർമാർക്ക് സാധിച്ചു. അങ്ങനെ സൂപ്പർ ഓവറിലേക്ക് പ്രവേശിച്ച മത്സരത്തിൽ 2 പന്തുകൾ ബാക്കി നിർത്തി റോയൽസ് മുന്നോട്ട് വെച്ച 11 റൺസ് എന്ന വിജയലക്ഷ്യം ഡൽഹി ക്യാപിറ്റൽസ് അനായാസം മറികടന്നു. ഡൽഹിക്ക് വേണ്ടി സൂപ്പർ ഓവർ എറിഞ്ഞത് അവരുടെ ഏറ്റവും മികച്ച ബൗളറായ മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. എന്നാൽ രാജസ്ഥാൻ ആകട്ടെ അവരുടെ ഏറ്റവും മികച്ച ബൗളറായ ജോഫ്ര ആർച്ചറെ തഴഞ്ഞ് സന്ദീപ് ശർമ്മയ്ക്ക് സൂപ്പർ ഓവർ നൽകി. ഈ തീരുമാനം ഡൽഹിക്ക് അനുഗ്രഹമായി. നിലവിൽ സ്ലോ ബോളുകൾ മാത്രം സ്റ്റോക്കുള്ള സന്ദീപിനെതിരെ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് കൃത്യമായ ധാരണ സൂപ്പർ ഓവറിൽ ഡൽഹിക്കായി ബാറ്റ് ചെയ്ത രാഹുലിനും സ്റ്റബ്സിനും ഉണ്ടായിരുന്നു. സൂപ്പർ ഓവറിൽ സന്ദീപിന്റെ ബൗളിംഗ് മോശമാവുക കൂടി ചെയ്തതോടെ ഡൽഹിക്ക് അനായാസം വിജയത്തിലേക്ക് എത്താനാവുകയും ചെയ്തു. ജോഫ്ര ആർച്ചർക്ക് നൽകാതെ സന്ദീപിന് സൂപ്പർ ഓവർ നൽകാനുള്ള റോയൽസിന്റെ മണ്ടൻ തീരുമാനം അവർക്ക് കളിയും നഷ്ടപ്പെടുത്തി. ആർച്ചർക്ക് സൂപ്പർ ഓവർ നൽകാതിരുന്ന റോയൽസിന്റെ തീരുമാനം ആരാധകരെയും കട്ടക്കലിപ്പിലാക്കിയിട്ടുണ്ട്. ആർച്ചർ എറിഞ്ഞിരുന്നെങ്കിൽ സൂപ്പർ ഓവറിൽ ടീമിന്റെ ജയസാധ്യത കൂടുമായിരുന്നുവെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ കുറിക്കുന്നത്. മത്സരത്തിൽ മികച്ച ഫോമിൽ ബാറ്റ് വീശിയ നിതീഷ് റാണയെ സൂപ്പർ ഓവറിൽ ബാറ്റിംഗിന് ഇറക്കാതിരുന്ന റോയൽസിന്റെ നീക്കത്തെയും ഇപ്പോൾ ആരാധകർ വിമർശിക്കുന്നുണ്ട്. മത്സരത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 9 റൺസ് എടുത്ത ജെക് ഫ്രേസർ മക്കർഗിനെ വേഗത്തിൽ പുറത്താക്കി ജോഫ്ര ആർച്ചർ രാജസ്ഥാൻ റോയൽസിന് കിടിലൻ തുടക്കം നൽകിയിരുന്നു. മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ അവസാന ഓവറിൽ ജയിക്കാൻ 9 റൺസ് വേണ്ടിയിരിക്കെ 8 റൺസ് മാത്രമാണ് റോയൽസിന് നേടാനായത്. ഇതോടെ കളി സൂപ്പർ ഓവറിലേക്ക് എത്തി. സൂപ്പർ ഓവറിലാകട്ടെ മത്സരം ഡൽഹി അനായാസം സ്വന്തമാക്കുകയും ചെയ്തു. ജയത്തോടെ 6 കളികളിൽ 10 പോയിന്റായ ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കും എത്തിയിട്ടുണ്ട്.